കെ ശബരിനാഥൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പിന്നിലാണ് എന്ന വാർത്ത വരുന്നു. എന്താണ് വിജിൻ തിരുവനന്തപുരത്തെ അപ്ഡേറ്റ് എന്താണ്? നിഷാദ്, കെ എസ് ശബരിനാഥൻ നിലവിൽ പിന്നിലാണ് എന്നതാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. 13 സീറ്റിലേക്ക് ഉയരുമ്പോഴും LDFന്റെ കോട്ടകൾ പിടിച്ചെടുക്കുമ്പോഴും പക്ഷേ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ കെ എസ് ശബരിനാഥന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. BJP വലിയ മുന്നേറ്റം എന്തായാലും കോർപ്പറേഷനിൽ ഉണ്ടാക്കുന്നു. 27, 16, 13 എന്നുള്ള നിലയിലേക്ക് ലീഡ് നില മാറിയിരിക്കുന്നു. 27 എന്ന കൃത്യമായ ഒരു സേഫ് സോണിലേക്ക് BJP നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തൂക്കുസഭയാണെങ്കിൽ ഒരുപക്ഷെ BJP ഭരിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ തുറക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാനുള്ള സാധ്യത ടാലിലേക്ക് നോക്കൂ. ടാലിലെ ഗ്രാമപഞ്ചായത്തിൽ 373, 368 എന്നുള്ളതാണ്. അതായത് 373 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ UDFന് മുൻതൂക്കം എന്ന് പറഞ്ഞാൽ എന്താണ് നിഷാദിനർത്ഥം? അത്രയും ആഴത്തിൽ ഒന്നാമത് ആ പാർട്ടിക്ക് ആ നിലയ്ക്ക് ആളുകളിലേക്ക് ഒരു കണക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമെന്നത് മാത്രമല്ല, അതിനപ്പുറം സർക്കാർ വിരുദ്ധ വികാരം കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജിംസ, ഈ വോട്ടെല്ലാം ഊറ്റിയത് പോറ്റിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. ശബരിമല എഫക്ട് ആഞ്ഞടിച്ചിരിക്കുന്നു. ശബരിമല എഫക്ട് ആഞ്ഞടിച്ചത് ഏതൊക്കെ മേഖലകളിലാണ് എന്നുകൂടിയാണ് പരിശോധിക്കേണ്ടത്. എവിടെയാണ് LDFന് തിരിച്ചടി നേരിട്ടത് അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശബരിമല തന്നെയാണോ അതല്ല ഭരണവിരുദ്ധ വികാരമാണോ എന്നുള്ളത്. 9 വർഷത്തെ സർക്കാരിന്റെ ഭരണ പ്രവർത്തനങ്ങൾ, സമീപനങ്ങൾ, നയ സമീപനങ്ങൾ എന്നിവ വലിയ തോതിലുള്ള ചർച്ച കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച. ആഭ്യന്തര വകുപ്പ് കുഴപ്പമാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ PV അൻവറിന് 25,000 വോട്ട് കൊടുത്ത ജനമുള്ള കേരളമാണ് ഈ കേരളം. അതിന്റെ ഒരു തുടർച്ച. എന്താണ് കേരളത്തിന്റെ ഒരു പൊതുചിത്രം, പൊതുവായ കണക്ക് എന്താണ്? സനൂപ്, ഒരു കാര്യം കൂടി, എവിടെയാണ് LDFന് തിരിച്ചടി നേരിട്ടത്? ഏതൊക്കെ ജില്ലകളിലാണ്? ഈ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ LDF ഇപ്പോ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ പോലും പിന്നിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ 375 ഗ്രാമപഞ്ചായത്തുകളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. 363 ഗ്രാമപഞ്ചായത്തുകൾ LDFും ലീഡ് ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യം വന്നാൽ അവിടെ 69 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 68 തൊട്ടടുത്ത് തന്നെ UDF ഉണ്ട്. 68 ബ്ലോക്ക് പഞ്ചായത്തുകളാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ 7 LDFും 6 BJPയും, ഒരിടത്ത് ഫലം വന്നിട്ടില്ല. അതേപോലെ മുനിസിപ്പാലിറ്റി നോക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് UDF നേടിയിട്ടുള്ളത്. 51 മുനിസിപ്പാലിറ്റികളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. 30 മാത്രമാണ് LDFന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്ത കോർപ്പറേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4 കോർപ്പറേഷനുകളിൽ UDF ലീഡ് ചെയ്യുന്നു. ഒരു കോർപ്പറേഷനിൽ BJPയും ഒരു കോർപ്പറേഷനിൽ LDF മാത്രം ലീഡ്. അങ്ങനെ വലിയ ഒരു മുന്നേറ്റം തന്നെ ഈ സംസ്ഥാനത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ UDFന് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കിത് നിന്ന് വ്യക്തമാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ LDF പലയിടത്തും പ്രതീക്ഷിച്ചിടത്തൊക്കെ തന്നെ പിന്നിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസാന കണക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി. എന്തായാലും അവസാനത്തെ കണക്കുകൾ പുറത്തു വരുന്ന സമയത്ത് LDFന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കാരണം LDF പ്രതീക്ഷിച്ച കണക്കും കഥയും ഒന്നും ഇതല്ല. പക്ഷെ അവർക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അടുത്ത അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുമ്പോൾ കേരളത്തിന്റെ മൂഡ് എന്താണ് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നു.